Alaami Kitchen പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇവിടെ ചെറുപയർ വെച്ചിട്ടാണ് സുഖിയൻ റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി കുതിർത്തെടുത്തിട്ട് 2 കപ്പുള്ള ചെറുപയറാണ് എടുക്കുന്നത്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. കുതിർത്തെടുത്തത് കൊണ്ട് ഒരു 2 വിസിലിന് തന്നെ ഇത് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് വെല്ലം നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 300 ഗ്രാം വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് അരിച്ചിട്ട് വേണം എടുക്കാൻ. ഇനി സുഖിയന് നമ്മൾ തേങ്ങ പണ്ട് ഉണ്ടാക്കിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കര പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ശർക്കര പാനിയിലുള്ള വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ ഇതിലേക്ക് 2-3 ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം വറ്റി വന്നാൽ അതിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് കുറച്ച് ഒരു വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് അവിൽ, ഒരു അരക്കപ്പോളം അവിൽ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അതൊന്ന് ബോളാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് സുഖിയൻ റെഡിയാക്കി എടുക്കൽ. സാധാരണ കടലപ്പരിപ്പ് വെച്ചിട്ടും ഇതുണ്ടാക്കും. അതുപോലെ തന്നെ ചെറുപയറും തേങ്ങയും വെല്ലം വെറുതെ വിളയ്ക്കൊന്നും ചെയ്യാണ്ട് വെറുതെ ഒന്ന് ചിരകിയിട്ടിട്ട് അങ്ങനെ ചെറുപയർ ബോളാക്കിയിട്ട് അതുപോലെയും സുഖിയൻ റെഡിയാക്കി എടുക്കും. ഇനി വേണ്ടത് സുഖിയൻ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. അതിനുവേണ്ടി 2 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടാണ് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞളും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം. അധികം ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കരുത്. കുറച്ചൊരു കട്ടിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. കാരണം നമ്മൾ ഉള്ളിൽ നല്ല മധുരമുള്ള ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പം പുറം കുറച്ചൊരു കട്ടി ഉണ്ടായാലേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഇത് ബോൾസാക്കി എടുക്കേണ്ടത്. ഈ ഒരു മിക്സ് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളിത് തേങ്ങയും വെല്ലവും നന്നായിട്ട് വിളയിച്ചെടുത്തിട്ട് അതിൽ ചെറുപയർ ചേർത്തിട്ടാണ് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. പച്ച തേങ്ങയും ചെറുപയറും വെല്ലവും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സുഖിയനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു സുഖിയൻ കഴിക്കാൻ. അതുപോലെ തന്നെ ചില ആൾക്കാർ പഞ്ചസാര വെല്ലത്തിന് പകരം പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഇതുപോലെ ചെയ്യുമ്പോഴാണ്. ഇനി ഓരോ ബോൾസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ ഓരോ ബോൾസും ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ കളറിൽ പൊരിച്ചെടുക്കാം. സുഖിയൻ നമ്മൾ പൊതുവേ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കൽ കുറവാണ്. എല്ലാവരും ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുക ചെയ്യാൻ. കുറച്ചൊരു പണിയുള്ളത് കൊണ്ട് തന്നെ. അപ്പം വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സുഖിയനെല്ലാം റെഡിയായി. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.